ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം കിളിമാനൂരിൽ രജിത് അംബിക ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കിളിമാനൂർ SHO ബി ജയൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രതികളെ സഹായിക്കാൻ പോലീസ് ശ്രമിച്ചതും തൊണ്ടി മുതൽ കത്തിച്ചതും 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 സൂപ്പർ ഇമ്പാക്ട്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വളരെ വൈകിയാണെങ്കിലും പോലീസ് ഒരു തിരുത്തലിന് ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രതികൾ ഒളിവിലാണ് എന്നത് ന്യായീകരിക്കാനും കഴിയില്ല. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ റിനു? വിജയകുമാർ, ഈ ജനുവരി 4-നാണ് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിൽ വെച്ച് ഈ അംബിക അതുപോലെ തന്നെ രജിത് ദമ്പതികൾ ബൈക്കിൽ സഞ്ചരിക്കവേ താർ വാഹനം ഇടിച്ച് തെറിപ്പിക്കുന്നത്. ഈ 3 പേർ ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഒരാളെ പോലീസിനെ അപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ പോലും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പക്ഷേ അയാളെ അന്ന് തന്നെ ജാമ്യത്തിൽ നൽകുന്ന അല്ലെങ്കിൽ ജാമ്യം നൽകി വിടുന്ന ഒരു സാഹചര്യമാണ് കിളിമാനൂർ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അവിടെ തന്നെ ഒരു വീഴ്ച സംഭവിച്ചു. തുടർന്ന് ഈ 2 പേരുടെ, അതായത് ഈ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരുടെ ID, ഇവർ സർക്കാർ ഉദ്യോഗസ്ഥനും, ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ ID കാർഡ് ഉൾപ്പെടെ പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷേ ആ പ്രതികളെ പിടികൂടുന്ന ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. 3 ദിവസത്തിന് ശേഷം അംബിക മരണപ്പെടുന്നു. അപ്പോഴാണ് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പെങ്കിലും വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ചേർക്കുന്നത്. അപ്പോഴും ഈ പ്രതികൾ ഒളിവിലാണ്, രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരാളെ പിടികൂടിയെങ്കിലും അയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ രണ്ടാമതായി മരിച്ച ഭർത്താവ് രജിത്ത് 24-ലൂടെ തന്റെ കുടുംബത്തിന്റെ വിഷമവും അതുപോലെ തന്നെ ഈ പോലീസിന്റെ ഒരു ഇടപെടലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളോട് പ്രതികരിക്കുന്ന ഒരു വാർത്ത 24 പുറത്തുവിടുന്നു. അതിനുശേഷം 2 ദിവസത്തെ കഴിയുമ്പോൾ രജിത്തും മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ രജിത്തിന്റെ മൃതദേഹവുമായി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കിളിമാനൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധം ഏകദേശം 1 മണിക്കൂറോളം തന്നെ 24 ലൈവായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു നിന്നു എന്നുള്ളതാണ്. ഇതിനിടെ ഈ തൊണ്ടി മുതലായിട്ടുള്ള താർ വാഹനം കത്തിക്കുവാൻ വേണ്ടി അർദ്ധരാത്രിയിൽ ഒരു ശ്രമം നടന്നു. ഇത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചത്. ഇങ്ങനെ എല്ലാ തരത്തിലും കിളിമാനൂർ പോലീസ് ഇവരെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് 24ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് വീഴ്ച സംഭവിച്ചു എന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ മേലുദ്യോഗസ്ഥർ നടപടിയെടുത്തിരിക്കുന്നു. കിളിമാനൂർ SHO അടക്കം 3 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ. അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ, ഇതില് ഇവർ രക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയാണ്? ആ ആളുകൾ പോലീസിന് വളരെ വേണ്ടപ്പെട്ട ഏതൊക്കെയോ ഉന്നതരായിരുന്നു. അവരെവിടെ പോയി? അവര് അന്ന് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ ആ വാഹനത്തിൽ അവരെ കണ്ടുവെന്ന് നാട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോഴും പോലീസ് അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിൽ ഒരു തിരുത്തൽ ഈ ഘട്ടത്തിലും ആ പോലീസ് തയ്യാറല്ലല്ലോ, അല്ലേ? നിലവിൽ ഇപ്പോഴും അവർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രതികളെ രക്ഷപ്പെടുവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരാളെ പോലീസ് ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒളിവിലാണ് ഈ പ്രതികൾ എന്നുള്ളതാണ്. അവിടേക്ക് രക്ഷപ്പെടാൻ സഹായിച്ച നെയ്യാറ്റിൻകര സ്വദേശിയെയാണ് പോലീസ് അറസ്റ്റിൽ ചെയ്തത്. നെയ്യാറ്റിൻകര സ്വദേശി ആദർശ്. പക്ഷേ അപ്പോഴും ഈ 2 പേരെ കണ്ടെന്ന് പറയുന്ന സാക്ഷികളുണ്ട്, തെളിവുകളുണ്ട്. അവർ ഈ വാഹനത്തിൽ സഞ്ചരിച്ചു എന്നുള്ളത്. അവരുടെ സർക്കാർ ID കാർഡ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ഈ നാട്ടുകാർ ഈ വാഹനം പിടികൂടുമ്പോൾ. പക്ഷേ പോലീസ് ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ പേര് ചേർത്ത് FIR പോലും രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ സാഹചര്യം കൂടി, അതായത് ഈ അടിമുടി ദുരൂഹതയാണ്, അന്വേഷണത്തിൽ വലിയ വീഴ്ചയാണ് കിളിമാനൂർ പോലീസിന് സംഭവിച്ചത്. അത് കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മേലുദ്യോഗസ്ഥർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3 പേർക്കെതിരെ ഇപ്പോൾ നടപടിയും എടുത്തിരിക്കുന്നത്. യെസ്, ഈ 3 ഉദ്യോഗസ്ഥരുടെ വീഴ്ച വ്യക്തമാണ്. അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ അപകടത്തിനിടയാക്കിയ 2 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ യഥാർത്ഥ പ്രതികൾ ഒളിവിലാണ്. അവരെപ്പറ്റി ഒരു സൂചനയുമില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസിന്റെ നടപടി ജനമാകെ കാണുകയും അറിയുകയും ചെയ്തതാണ്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയ ഒരു അപകടമാണ്. അപ്പോൾ അതിൽ എന്താണ് പോലീസിന് പറയാനുള്ളത് എന്നതാണ് അറിയേണ്ടത്. ഒരു മറുപടിയും ആ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർക്ക് പറയാനുണ്ടായിരുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ കൂട്ട കേസെടുക്കുകയാണ് പിന്നീട് പോലീസ് ചെയ്തത് എന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ വളരെ വൈകിയാണെങ്കിലും ഇതിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥർ, അതിൽ SHO ഉണ്ട്, SHO ബി ജയൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്താനിരിക്കെ സാബുവും ജേക്കബിന്റെ 2020 NDA പാളയത്തിലെത്തിച്ച് BJP. പ്രധാനമന്ത്രി നാളെ 2020ക്ക് NDA അംഗത്വം നൽകും.
NLF-ഉം UDF-ഉം 2020 ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും ആലോചിച്ചെടുത്ത തീരുമാനമെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. വികസന മുദ്രാവാക്യവുമായി സഹകരിക്കുന്നവർ ഇനിയും NDA-ക്കൊപ്പം ചേരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. NDA മീറ്റിംഗിനിടെ സർപ്രൈസ് നീക്കമായിരുന്നു 2020-യുടെ NDA പ്രവേശം. സാബുവും ജേക്കബും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ 2020 NDA-യിലേക്കെന്ന പ്രഖ്യാപനമെത്തി. 2020-യെ നശിപ്പിക്കാൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25 പാർട്ടികൾ ഒന്നിച്ചാണ് ശ്രമിച്ചത്. ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. ആശയപരമായി യോജിക്കാൻ കഴിയുന്നത് NDA-യുമായിട്ടാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് മുന്നണി പ്രവേശമെന്നും സാബുവും ജേക്കബ്. ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDA-യോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. 2020 വികസനം നടപ്പാക്കിയ പാർട്ടിയാണെന്നും സമാന ചിന്താഗതിക്കാരുമായി NDA വിപുലീകരണം ഇനിയും ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ കാണുന്ന ട്രെൻഡ് NDA-ന്റെ ഈ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ്, ജനങ്ങളുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയക്കാരുടെ മനസ്സിലൊരു അക്സെപ്റ്റൻസും രാഷ്ട്രീയ പാർട്ടീസിൻ്റെ മനസ്സിലൊരു അക്സെപ്റ്റൻസും, ഇതാണ് നിങ്ങൾ കാണുന്നത്. നാളെ നരേന്ദ്രമോദിക്കൊപ്പം സാബുവും ജേക്കബും NDA വേദിയിലെത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 തിരുവനന്തപുരം. NDA-യിൽ ചേർന്ന 2020-യുടെ തീരുമാനത്തെ പരിഹസിച്ച് CPM-ഉം കോൺഗ്രസും. സാബുവും ജേക്കബ് എത്തേണ്ടിടത്ത് തന്നെ എത്തി എന്നായിരുന്നു CPM എറണാകുളം ജില്ലാ സെക്രട്ടറി സതീഷിന്റെ പ്രതികരണം. 2020 നനഞ്ഞ പടക്കമായി മാറിയെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ പരിഹാസം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2020-ക്ക് വലിയ പോറലേറ്റില്ലെങ്കിലും പ്രതീക്ഷിച്ച മിന്നും വിജയം ഉണ്ടായില്ലെന്ന് പറയാം. കിഴക്കമ്പലവും ഐക്യനാടും നിലനിർത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുന്നത്തുനാടും മഴുവന്നൂരും കൈവിട്ടു. തിരുവാണിയൂർ LDF-ൽ നിന്ന് പിടിച്ചെടുക്കാനായത് നേട്ടമായി. തൃക്കാക്കര നഗരസഭയിൽ 2020 അക്കൗണ്ട് തുറന്നെങ്കിലും കൊച്ചി കോർപ്പറേഷനിൽ ചലനമുണ്ടാക്കാനായില്ല. കൂട്ടിയും കിഴിച്ചും ഇങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ആയുധങ്ങൾ മിനുക്കുന്നതിനിടെയാണ് NDA മുന്നണി പ്രവേശനം. 2020 എന്ന കൂട്ടായ്മ രൂപപ്പെട്ടതു മുതൽ എതിർക്കുന്ന CPM-ഉം കോൺഗ്രസും പുതിയ കൂട്ടുകെട്ടിനെതിരെ രംഗത്തു വന്നു. ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടിയുള്ള പാർട്ടിയെന്ന് പറഞ്ഞവർ വർഗീയതയുടെ ഭാഗമായെന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ 24-നോട്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് വർഗീയമായിട്ട് ചിന്തിക്കുന്ന NDA പോലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ ചേരുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. സാബു എം ജേക്കബ് BJP-യുടെ ഏജന്റായാണ് പ്രവർത്തിച്ചതെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷും പ്രതികരിച്ചു. 2020-ക്ക് വോട്ട് ചെയ്തവരെ പണയം വയ്ക്കുന്ന പരിപാടിയാണ് സാബു ജേക്കബ് ചെയ്തതെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. അരാഷ്ട്രീയവാദം ഉന്നയിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി കുന്നത്തുനാട്ടിലെ ജനാധിപത്യ മതനിരപേക്ഷരായിട്ടുള്ള ആളുകളുടെ സമ്മതിദാന അവകാശം വാങ്ങിയതിന് ശേഷം അവരെ പണയപ്പെടുത്തുന്ന നടപടിയാണ് സാബു ജേക്കബിൻ്റെ BJP പ്രവേശനം എന്ന് പറയുന്നത്. 2020 NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ പുതിയ രാഷ്ട്രീയ വാക്പോരും ചലനങ്ങളും സൃഷ്ടിക്കാം. 24 കൊച്ചി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. തന്നെ ചതിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും തന്നെയും മക്കളെയും വേർപെടുത്തിയെന്നും KB ഗണേഷ് കുമാർ ആരോപിച്ചു. ചാണ്ടി ഉമ്മൻ MLA-ക്കെതിരെയും ഗണേഷ് കുമാർ വിമർശനമുയർത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് ഗണേഷ് കുമാറിന്റെ ഈ വിമർശനം. പത്തനാപുരത്ത് UDF സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ചാണ്ടി ഉമ്മൻ വീണ്ടും സോളാർ കേസ് ഓർമ്മപ്പെടുത്തി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേര് വലിച്ചഴയ്ക്കാൻ ഗണേഷ് കുമാർ ഇടപെട്ടു. 24 പേജുള്ള കത്ത് 18 പേജായതിലും ഇടപെടൽ നടത്തിയെന്നായിരുന്നു ആരോപണം. ചാണ്ടിയുടെ ആരോപണത്തിന് രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മറുപടി. ഇലക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ചാണ്ടി ഉമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാം? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം. കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ലെന്നാണ് താൻ CBIക്ക് മൊഴി നൽകിയത്. എന്നാൽ കുടുംബ പ്രശ്നം പരിഹരിക്കാനെന്ന വ്യാജേനെ തന്റെ കുടുംബം ഉമ്മൻചാണ്ടി തകർത്തുവെന്നും KB ഗണേഷ് കുമാർ ആരോപിച്ചു. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. മേലിൽ ഇത് പറയരുത്, പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും.
എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ചാണ്ടിയുമ്മൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നും അല്ലെങ്കിൽ എല്ലാം താൻ വിളിച്ചു പറയുമെന്നും KB ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. എറണാകുളം വടക്കൻ പടവൂരിൽ ക്രൈസ്തവ ദേവാലയത്തിലെ ശില്പങ്ങൾ തകർത്തു എന്ന് പരാതി. കോട്ടക്കാവ് സെന്റ് തോമസ് ഫ്രോന പള്ളിയിലെ 15 ശില്പങ്ങളാണ് തകർത്തത്. പള്ളി അധികൃതർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. 15ഓളം തോമാസ് ലീഹായുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മ്യൂസിയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിമകൾ ഞങ്ങൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് 15ഓളം പ്രതിമകൾ തച്ചുടച്ചതായ രീതിയിൽ കണ്ടു. അപ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് അധികാരികൾ എത്രയും വേഗം തന്നെ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭീമമായ തുകയുടെ നാശനഷ്ടത്തിന് കോമ്പൻസേഷൻ വാങ്ങിച്ചു തരികയും പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ഒരു വികാരമാണ് ഇടവക ജനങ്ങൾക്കുള്ളത്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റാഫി, എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്? പ്രതികളെ പറ്റി സൂചനകളുണ്ടോ? ഇപ്പോൾ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു കാണുമല്ലോ. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, തീർച്ചയായും CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നോർത്ത് പറവൂർ പോലീസ് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. എറണാകുളം വടക്കൻ പറവൂർ കോട്ടക്കാവ് സെന്റ് തോമസ് ഫെറോന പള്ളിയിലെ സമീപത്തുള്ള മ്യൂസിയത്തിലെ ശില്പങ്ങളാണ് തകർത്തിരിക്കുന്നത്. 15ഓളം ശില്പങ്ങൾ, ആ ശില്പങ്ങളുടെ കാൽഭാഗമാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാന്തോം സാഗ എന്ന പേരിലാണ് ഈ മ്യൂസിയം ഉള്ളത്. ഈ ശില്പങ്ങളെല്ലാം തന്നെ നിർമ്മാണത്തിലിരിക്കുന്നതായിരുന്നു. ഈ നിർമ്മാണം പൂർത്തിയാക്കി ഇനി പെയിന്റിംഗ് അടക്കമുള്ള വർക്കുകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. കുറച്ചു കാലമായി ഇവിടേക്ക് ആരും എത്താറുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഈ പള്ളിയിൽ അധികൃതർ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ ശില്പങ്ങൾ തകർത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു സാമൂഹ്യ വിരുദ്ധരാകാം ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പള്ളി അധികൃതർ നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നത്. പ്രധാനമായും 2 കവാടങ്ങളാണ് ഈ മ്യൂസിയത്തിലേക്ക് ഉള്ളത്. അതിന്റെ 2 കവാടങ്ങളും അടച്ച നിലയിലായിരുന്നു. മതിൽ ചാടിയായിരിക്കാം ഈ ശില്പം തകർത്ത ആളുകൾ ഇങ്ങോട്ട് എത്തിയത് എന്നുള്ളതാണ് നിലവിൽ സംശയിക്കുന്നത്. 7 വർഷത്തോളമായി മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു വരികയായിരുന്നു. ഇവിടെ ജോലി എടുക്കുന്ന ആളുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഇവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പള്ളി അധികൃതർ നൽകിയ പരാതിയിൽ വടക്കൻ പറവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ പോലീസ് എത്തി വിശദമായി പരിശോധന നടത്തിയിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. റാഫി ഒരിക്കൽ ദയവായി തുടരുക. ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി, അതിൻ്റെ വിവരങ്ങൾ കൂടി റാഫി നൽകുന്നുണ്ട്. അത് കുറച്ച് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ച നേപ്പാൾ സ്വദേശി ദുർഗാകാമി മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവർ ചികിത്സയിലായിരുന്നു. ഡാനൺ എന്ന അപൂർവ ജനിതക രോഗവും അവർക്ക് ബാധിച്ചിരുന്നു. പക്ഷേ നേരത്തെ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് അവർ മടങ്ങി വരുന്നു എന്നായിരുന്നു നമ്മൾ അറിഞ്ഞത് ആ ദിവസങ്ങളിൽ. എന്താണ് പെട്ടെന്നുണ്ടായതെന്ന് അറിയില്ല. റാഫി, ഈ പെട്ടെന്ന് എന്താണ് ഈ രോഗം വഷളാകാൻ കാര്യം? അന്ന് ഡോക്ടേഴ്സൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിച്ചതാണല്ലോ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം. വിജയകുമാർ, തീർച്ചയായും ഡിസംബർ 22-നായിരുന്നു എറണാകുളം ജില്ലയിലെ ജനറൽ ആശുപത്രിയിൽ ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. തുടർന്ന് അതിവേഗം ദുർഗാകാമി തിരിച്ചു വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർമാരെല്ലാം തന്നെ വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. 21 വയസ്സുകാരിയായ ദുർഗാകാമിക്ക് അപൂർവ ജനിതക രോഗമായിരുന്നു. തുടർന്നാണ് ഹൃദയം തകരാറിലാകുന്നതും പിന്നീട് രാജ്യത്തെ തന്നെ ആദ്യത്തെ ജനറൽ ആശുപത്രിയിലെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടക്കുന്നതും ഇതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ചികിത്സയിലായിരുന്നു ദുർഗാകാമി ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് 3 മണിയോടുകൂടി ആരോഗ്യസ്ഥിതി അതീവ മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീട് തുടർച്ചയായി ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ അല്പസമയം മുൻപ് ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ പ്രതീക്ഷ നൽകി, എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം വിഫലമായിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള പ്രസ്
പ്രസ് റിലീസ് ലഭിക്കും. എന്നാൽ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുക. എന്തായാലും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 3 മണിയോടുകൂടി റീഹാബിലിറ്റേഷൻ ചികിത്സയിലായിരുന്ന ദുർഗാകാമിയുടെ നില വഷളായി. തുടർന്ന് തുടർച്ചയായി ഹൃദയാഘാതങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ മാസം 22-നായിരുന്നു ഇത്തരത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് ദുർഗയ്ക്ക് മാറ്റിവെച്ചത്. ഹൃദയഭിത്തികൾക്ക് കനം കൂടുന്ന ഹൈപ്പർ ഹെബിറ്റി കാർഡിയോപ്പതി എന്നൊരു അസുഖമായിരുന്നു. അതായത് ഡാനൺ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഒരു രോഗമായിരുന്നു. അപൂർവ ജനിതക രോഗമായിരുന്നു. ഇതിന്റെ ചികിത്സക്കായാണ് നേപ്പാളിൽ നിന്ന് ദുർഗാകാമി കേരളത്തിലേക്ക് എത്തിയത്. തുടർന്ന് നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ ആ ഒരു നേട്ടം തന്നെയായിരുന്നു ജനറൽ ആശുപത്രിയിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. എന്തായാലും ഈ സംഭവം ഏറെ ദുഃഖകരമാണ്. ഉറപ്പായും റാഫി, നമ്മളറിയാം മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ ഹൃദയമായിരുന്നു ദുർഗയ്ക്ക് മാറ്റിവെച്ചത്. നേപ്പാളിൽ നിന്ന് കേരളത്തിലേക്ക് ചികിത്സാർത്ഥം എത്തിയതാണ്. ഏറെ നാളുകൾ കാത്തിരുന്ന സർജറി നടന്നു. അത് വിജയം കൈവരിക്കുകയും ചെയ്തു. അപൂർവ രോഗമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കേരളത്തിൻ്റെ കരുതലിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ സർജറിയൊക്കെ നടന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് 3 മണിയോടെ രോഗം ഗുരുതരമാവുകയും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു, മരണത്തിന് കീഴടങ്ങിയെന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.